കേരളത്തിൽ നിന്നും BJPക്ക് ആദ്യമായി കിട്ടിയൊരു MP ആണ് സുരേഷ് ഗോപി. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ ജയിക്കണം. കേരളത്തിൽ ഇടതും വലതുമല്ല, മറ്റൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് വരേണ്ടത് ആവശ്യമാണെന്ന് ഇന്നും അത് വിശ്വസിക്കുന്ന ഒരാളാണ്. പല പോളിസീസിനെ എതിർക്കുന്നുണ്ട്, പക്ഷെ ഒരു ശക്തി അവിടെ വേണം. കാരണം അവര് അല്ലെങ്കിൽ ഇവരതിൻ്റെ ഇടയ്ക്കൊരാൾ വരട്ടെ. പക്ഷെ ഏറ്റവും ഭയാനകമായി തോന്നുന്നത് സുരേഷ് ഗോപി എന്ന സിനിമാക്കാരൻ ഈ അടുത്തിടയ്ക്ക് കാണിച്ച അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് പബ്ലിക്കാണ്. കലിംഗിൻ്റെ മുകളിലോ കലിംഗിൻ്റെ താഴെയോ പ്രോഗ്രാം നടത്തുന്നു. ഒരു പാവം പിടിച്ച് ജനാധിപത്യ ഇന്ത്യയാണ്, മനസ്സിലാക്കണം. ഈ സുരേഷ് ഗോപി അവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു, പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ഷനാണ് പ്രോഗ്രാം. അത് അയാളുടെ പേഴ്സണൽ പ്രോഗ്രാമും അല്ല. അങ്ങനെയാണ് ആ പാർട്ടിയും അവരെല്ലാം കൂടെ സംഘടിപ്പിച്ചൊരു കലിംഗിൻ്റെ അവിടെ കൊണ്ടിരിക്കുന്നത്. ഒരു പാവം പിടിച്ചവൻ, ഒരു വേലായുധൻ, അങ്ങനെ ആ പേരെന്ന് തോന്നുന്നു. അപ്പം അയാളൊരു ആപ്ലിക്കേഷൻ കൊണ്ട് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു. അത് അയാൾക്കൊരു വീട് വേണം. എന്താ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കൂറ? അവൻ പറഞ്ഞു എന്തുവാ? അത് അവൻ്റെ ജോലിയല്ല. ഇതൊക്കെ പിണറായി വിജയന് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ബേസിക്കലി അയാൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടോ അറിയും. ഈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറഞ്ഞ എന്തുവാ? ഒന്നാമത്തെ കാര്യം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും ചെയ്യുന്ന പ്രോജക്റ്റാണ് ഭവന നിർമ്മാണ പദ്ധതി. ഒന്നാമത്തേത്. സുരേഷ് ഗോപി ആരാ? കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ MP. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മന്ത്രിയാണ്. സുരേഷ് ഗോപി നേരിട്ടല്ല ചെയ്യുന്നത്. സുരേഷ് ഗോപിക്ക് നേരിട്ട് ചെയ്യാവുന്ന ഒരു കുന്തവും, കാരണം മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആണ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഡൽഹിയിൽ ഒരു ജേർണലിസം ചെയ്യുന്ന ഒരുത്തനാണ് ഞാൻ. ഇവിടെ ഒന്ന് MP എന്ന് പറഞ്ഞാലും മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും വലിയ വിലയൊന്നുമില്ല. എല്ലാവർക്കും അറിയാം അവർക്ക് ഇതേ ചെയ്യാൻ പറ്റും. അപ്പോഴെന്തോ ഒരു MP എന്ന നിലയ്ക്കും ഒരു മന്ത്രി എന്ന നിലയ്ക്കും സുരേഷ് ഗോപിക്ക് ചെയ്യാൻ പറ്റുന്നത് അവൻ അയാളോട് പറയുക. അതായത് അദ്ദേഹം ഇത് കലക്ടർക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ഇത് ഫോർവേഡ് ചെയ്യും. അവരാണിത് തീരുമാനിക്കുന്നത്. അതായത് ഞാനിത് റെക്കമെൻഡ് ചെയ്യും. ഒറ്റ വാക്കിൽ തീരുന്ന കാര്യമേ ഉള്ളത്. ആ മനുഷ്യന് സന്തോഷമായി. ഇതല്ലേ നടത്തേണ്ടത്? ഇതിന് ഈ കൂതറ അയാളെ ഓടിച്ചു വിടുന്നു. ആ വാക്കുപോലും ഞാൻ ഉപയോഗിച്ച തെറ്റായിപ്പോയി. പക്ഷെ വെറും കൂതറ, വെറും തരം താഴ്ന്നവൻ, ജനാധിപത്യ ബോധമില്ലാത്തവൻ, ആ വാക്കുകൾ അയാൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അയാൾക്ക് എന്തിൻ്റെ കാരണവശാലാണ് ഒരാൾ വന്നൊരാവശ്യം പറയുന്നത്? എന്തോ ആവശ്യമാകട്ടെ, അയാൾ പറഞ്ഞൊന്നുമില്ല അയാൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം, അയാൾ പറഞ്ഞില്ല അയാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ്, അതൊന്നും പറഞ്ഞില്ല അയാൾ പറഞ്ഞ അയാളുടെ ബേസിക് നീഡാണ്. ബേസിക് നീഡ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ജനപ്രതിനിധിയോടാണ് ഒരാൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സുരേഷ് ഗോപിയുടെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പൊ ഇയാൾക്ക് എന്തിൻ്റെ അസുഖ? ഒന്നില്ലെങ്കിൽ ഇയാൾക്ക് തലയ്ക്ക് ഓളം നഷ്ടപ്പെട്ടു, ബാലൻസ് പോയി. ഇയാളെ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മെഡിക്കൽ ടീമിനെ കാണിച്ചിട്ട് ഇയാൾക്ക് നല്ല കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ വെച്ച് ഈ വായി തോന്നുന്ന സിനിമയെ കാണുന്ന ഒരു വില്ലൻ റോളിലാണ് അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അയാളുടെ ധാരണ ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്ന, പൊളിറ്റിക്സ് എന്ന് പറയുന്ന, MP MLA എന്നൊക്കെ പറയുന്നത് ഇതേപോലെയുള്ള തരികിടയാണ് അയാളുടെ ധാരണ. അതൊന്നും അല്ല. അപ്പം അതിനനുകൂലമായിട്ട് ചില യൂട്യൂബേഴ്സ് ഇത് പറയുമ്പോഴാണ് സത്യത്തിൽ തലവെച്ച് പോകുന്ന എത്ര ബോധമില്ലാത്തവരാണ് ഇതൊക്കെ. ഒരു MP ആണെങ്കിലും ഒരു MLA ആണെങ്കിലും ഒരു മന്ത്രിയാണെങ്കിലും ഇവർക്കൊക്കെ അതിൻ്റെതായ ജനങ്ങളോടൊരു പ്രതിബദ്ധതയുണ്ട്. ഇത് രണ്ടാമത്തെ കാര്യം. വേറെ സ്ത്രീ എന്ന് പറയുന്നു, അവർക്ക് കരിവന്നൂർ ബാങ്കിലിട്ട പണം തിരികെ കിട്ടാൻ എന്താണ് ഒരു വഴി? ഇതേ സുരേഷ് ഗോപിയല്ലേ കരിവന്നൂർ ബാങ്കിലെ ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയത്? അതിൻ്റെ പേരിലല്ലേ സുരേഷ് ഗോപി ഇലക്ഷനിൽ വിജയിച്ചത്? ആണോ? ഇതേ സുരേഷ് ഗോപിയല്ലേ അവിടെ
അവിടെ വലിയ നിയമ നടപടി വേണമെന്നും പറഞ്ഞുകൊണ്ട് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത് ആണ്. അയാളോട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തൊരു പാവം പിടിച്ച സ്ത്രീ വന്ന് പറയുന്നു, ആ പണം എങ്ങനെ കിട്ടാൻ ഒരു വഴി പറഞ്ഞത്, അതിനെന്തെങ്കിലും ചെയ്യ. ആ ചോദിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്? ആ ചോദ്യത്തിന് എന്ത് തെറ്റാണുള്ളത്? കാരണം ഇയാളാണ് അവിടുത്തെ ജനപ്രതിനിധി, ഇയാൾ മന്ത്രിയാണ്. ഇയാൾ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത്? ഈ പറയുന്ന കേസും കരിവന്നൂരിലെ യഥാർത്ഥ പ്രതികളെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ഒരു കപ്പലിൻ്റെ കണ്ണനെ അറസ്റ്റ് ചെയ്തു. അതിനകത്തും ആരൊക്കെയോ കളിച്ച് അവരെ രക്ഷപ്പെടുത്തി. യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തോ? ഇല്ല. ഒരു ED ചാർജ് ഷീറ്റ് ചെയ്തു, അത് ചാർജ് ഷീറ്റ് ചെയ്തു, സംഭവത്തിൽ അങ്ങ് തീർന്നു. അതും പൊളിച്ചങ്ങ് കളിച്ചു. പിന്നീട് ആരാണ് ജനങ്ങൾക്ക് നീതി കൊടുക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അത് പ്രത്യേക കൈയുണ്ട്. അതായത് CPM-നും പിണറായി വിജയൻ ഗവൺമെൻറ്റും ഒക്കെ കൈയുണ്ട്, ഉറപ്പാണ്. CPM-ന് അത് നേരിട്ട് ഇടപെട്ടേക്കുവാണ്. അപ്പോൾ അവിടെ നീതി കൊടുക്കേണ്ട സുരേഷ് ഗോപിയല്ലേ? അയാൾ എന്താ പറഞ്ഞത്? അയാളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുവാണോ? ഇതൊക്കെയാണ് ഒരു ഊള. അയാൾ ആ രീതിയിലാണ് ഒരു ഊള സുരേഷ് ഗോപി. ഈ സിനിമയെ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നെഞ്ചത്ത് കയറാൻ വരുമോ? ഇതൊക്കെയാണ് പറയുന്നത്. ഒരു 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 ബഫൂൺ രൂപത്തിലായിപ്പോയി. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇയാൾ. പിന്നെ അടുത്തൊരു സംഭവം പറയാം. അതായത് എയിംസ് അത് തൃശ്ശൂർ കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തു. ആലപ്പുഴയോ തൃശ്ശൂരോ സ്ഥലം കിട്ടിയില്ല എങ്കിൽ അത് ഞാൻ തമിഴ്നാട്ടിലോട്ട് കൊടുക്കും. സ്റ്റാലിനെ വിളിച്ചു പറഞ്ഞ് എടുക്കാൻ പറയും. അതാ പറയും, ഇയാൾക്ക് ബേസിക് അറിയത്തില്ല. ഒരു സ്റ്റേറ്റിൽ ഒരു എയിംസേ പാടുള്ളൂ. തമിഴ്നാടിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അവർക്ക് വേറെ ഇത് കൊടുക്കും? ഈ സംഭവം കൊടുക്കത്തില്ല. അതാ പറഞ്ഞ ബേസിക് ആയിട്ട് ഒരു കുന്തവും അറിയാത്തൊരു മനുഷ്യൻ. അയാൾക്കെന്ന പൊളിറ്റിക്സ് പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് പക്ക ചാണക ബുദ്ധിയിലാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതായത് എയിംസിന് സ്ഥലം വേണം. ഇയാൾ ഒരു 10-15 മിനിറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളത്. അത് കേരള ഗവൺമെൻറ്റാണ് എടുക്കേണ്ടത്. ഒരു കേന്ദ്രമന്ത്രി പറയുന്ന കേരള ഗവൺമെൻറ്റിനോട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു, അതിന് ഇത്ര സ്ഥലം വേണം, അതിന് മുഖ്യമന്ത്രി സ്ഥലം ശരിയാക്കി തരണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് നോ എന്ന് പറയാൻ പറ്റുമോ? അപ്പോഴേ ഈ സംഭവം റെഡിയാവുക. അതിന് പോലും നോക്കുന്നില്ല. അത് അടുത്ത സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതായത് ഞാൻ പറയാം, ഈ പോക്കാണ് ഈ കേരളത്തിലെ BJPയുടെ വലിയ ലൈബിലിറ്റിയാണ് സുരേഷ് ഗോപി. നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി പോവുക. ഈ ജാടയും വേലയൊന്നും കേരളത്തിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. വലിയൊരു കാറിൽ, അതൊക്കെ ഇഷ്ടമുള്ള കാറിൽ വരട്ടെ, ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ കമത്തി വെച്ചിട്ട് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ജാടയും തമ്മിൽ ഇഷ്ടമൊന്നുമല്ല. ബേസിക്കലി നേരത്തെ ഒക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് സിനിമയെ പോകുന്ന പോലെയാണ് ഇയാൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം അതൊക്കെ അങ്ങ് മാറ്റി. ഇപ്പം ഏതാണ്ട് ഒരു ഭൂത രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതിലിരുന്ന ആൾക്കാർ ഏതാണ്ട് തമ്പ്രാൻ, ഏതാണ്ട് മഹാരാജ വീഴുന്നുള്ള രീതിയിലാണ് വരുന്നത്. ജനങ്ങൾ എലക്ട് ചെയ്താണ് സുരേഷ് ഗോപി തന്നെ, അല്ല താൻ ഒറ്റയ്ക്ക് കയറി ഒന്നുമല്ല. അതായത് തൃശ്ശൂരുള്ള ജനങ്ങൾ കാണിച്ച അബദ്ധമാണ് താങ്കളെ അവിടെ MP ആക്കിയത്. അതിൻ്റെ പേരിൽ കിടന്ന് ഈ കാണിക്കുന്ന ചാട്ടമുണ്ടല്ലോ, തലയിൽ കയറാൻ, ഇതൊക്കെ തന്നെയും തൻ്റെ പാർട്ടി ആൾക്കാർ പാഠം പഠിപ്പിക്കും. കാരണം ഇതിനകത്ത് ഇത്രയും ഞാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ കാരണം ഒരു സ്ത്രീ വന്ന് പറയുന്നു, ഒരു രണ്ടുപേരും പാവം പിടിച്ചവരെന്ന് പറയുന്നു, അതിനെ വേറെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നേ, അരഹൻ്റായിട്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവുമില്ല. അങ്ങനെയുള്ളവരൊക്കെ ദൂരെ കളഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യൻ ജനാധിപത്യം തന്നൊരു പാഠമാണ്. അത് സുരേഷ് ഗോപി എന്ന് ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവരൊക്കെ നാളെ കൊണ്ട് തോട്ടിൽ കളയും. അതിനുള്ള സമയമൊക്കെ അതിക്രമിച്ച്, കാരണം വളരെ മോശമായിട്ടാണ് സുരേഷ് ഗോപിയും കൂട്ടരും പെരുമാറുന്നത്. ജനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിൽ ഒരു പ്രതിബദ്ധത പോലും ഇല്ലാതെ ഒരു ജനങ്ങൾ വോട്ട് ചെയ്തൊരു 1% പോലും അവരോട് എന്താണ് അവർക്ക് അർഹിക്കപ്പെട്ടത് അതുപോലും ചോദിക്കുമ്പോൾ തിരിച്ചടി രീതി അറ്റകൻ്റായിട്ട് സംസാരിക്കുന്നു. ഇവനെയൊക്കെ നിർത്തി പൊരിപ്പിക്കുക തന്നെ വേണം. അത് കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്കും തൃശ്ശൂരുള്ള BJPക്കും കണക്കിന് തന്നെ അടി കിട്ടും.
അതിന് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും തൃശ്ശൂരിൽ ഒരു സീറ്റിൽ പോലും BJP ജയിക്കാത്ത രീതിയിലാക്കും. ഇതൊക്കെ നമുക്ക് വരാനുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്ന പാഠമാണ്.